ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കുറേ നാളെ വീഡിയോ ഇട്ടിട്ടെന്നറിയാം, കുറച്ച് ബിസി ആയിരുന്നു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അയർലൻഡിലെ നഴ്സിംഗ് ഹോംസിലേക്ക് ഇൻ്റർവ്യൂ നോക്കി നിൽക്കുന്ന നഴ്സുമാർക്ക് വേണ്ടിയുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ടിപ്സ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, അതോടൊപ്പം തന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം കൂടി ചേർന്നിട്ടുള്ള ചെറിയ ഷോർട്ട് വീഡിയോ. അപ്പോൾ അയർലൻഡിലെ നഴ്സിംഗ് ഹോം ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഉള്ള ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂവിനെക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നഴ്സിംഗ് ഹോംസിലേക്കുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ കൂടുതലും എൽഡർലി കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവരുടെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ കൂടുതലും ചാൻസും. സിമിലാരിറ്റീസ് ഉണ്ട് എന്നാലും, പക്ഷേ കൂടുതലും ഈ എൽഡർലി കെയർ അല്ലെങ്കിൽ റെസ്പൈറ്റ് കെയർ, ഡെമൻഷ്യ കെയർ എന്നീ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ കൂടുതലും ചോദിക്കാൻ പോകുന്നത്. കാരണം കൂടുതലും നഴ്സിംഗ് ഹോംസിലും ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള റെസിഡൻസോ പേഷ്യൻസ് ആയിരിക്കും കൂടുതലും കാണുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഇൻട്രഡക്ഷൻ, നമ്മുടെ നഴ്സിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയുള്ള ഒരു ഇൻട്രഡക്ഷൻ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മളൊരു നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, പിന്നെ നഴ്സിംഗ് കരിയർ എടുക്കാൻ നമ്മൾ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്, പിന്നെ നമ്മുടെ നഴ്സിംഗ് കരിയർ കയറിയിട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രെങ്സ് നമ്മൾ അക്വയർ ആയിട്ടുണ്ട് എന്നീ റിലേറ്റുള്ള ചെറിയ ജനറൽ ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ എൽഡർലി കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നഴ്സിംഗ് ഹോമിലുള്ള പേഷ്യൻസിനെ നമ്മളെപ്പോഴും റെസിഡൻസ് എന്നാണ് കോൾ ചെയ്യുന്നത്. കാരണം ഇനിയുള്ള അവരുടെ ലൈഫ് ഫുൾ ആ നഴ്സിംഗ് ഹോമിലേക്കായിരിക്കും. അപ്പോൾ അവർ നമ്മൾ പേഷ്യൻസ് എന്നല്ല റെസിഡൻസ് എന്നായിരിക്കും എപ്പോഴും നെയിം ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. നമ്മൾ പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന നെയിമിനെക്കാളും റെസിഡൻസ് എന്നുള്ള പേര് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് അണ്ടർ വരുന്നതാണ് കൂടുതലും നമ്മുടെ ഈ റെസിഡൻസിൻ്റെ ഡിഗ്നിറ്റി റെസ്പെക്റ്റും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നമ്മുടെ ഡിമെൻഷ്യ, അൽഷിമേഴ്സ് എന്നീ ടൈപ്പുള്ള ഡിസീസുള്ള റെസിഡൻസ് ആയിരിക്കും കൂടുതലും. അപ്പോൾ അവരുടെ കെയർ, ഡിമെൻഷ്യ കെയർ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിസീസ് കെയർ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഡിസീസുള്ള ഒരു റെസിഡൻറ്റ് മെഡിസിൻ റിഫ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് റിഫ്യൂസ് ചെയ്തു, അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഒരു എൽഡർലി പേഷ്യൻറ്റിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വന്നു, അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതോടൊപ്പം തന്നെ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെക്സ് നമ്മൾ നോക്കും, മീൻസ് അത് സേഫ്റ്റിയുടെ അണ്ടർ വരുന്നതാണ്. മെഡിസിൻ ഒരു റെസിഡൻറ്റിന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെക്സ് നോക്കും. പിന്നെ ഏത് റെസിഡൻ്റാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണത്, ലൈക്ക് ഏത് റെസിഡൻ്റാണോ ഫസ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. പിന്നെ ഇപ്പോൾ എൽഡറി റെസിഡൻറ്റിന് ഒരു റിസ്ക് ഓഫ് ഫോൾ ഉണ്ടെങ്കിൽ ആ ഫോൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ സേഫ്റ്റി വരുവാണെങ്കിൽ റെസിഡൻസ് തമ്മിലുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡിങ് നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും, നമ്മൾ റെസിഡൻസും തമ്മിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ. പിന്നെ നോർമലി കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മളും കോവർക്കേഴ്സായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നമ്മുടെ ഒരു കോവർക്കർ നമ്മുടെ റെസിഡൻറ്റിനെ അബ്യൂസ് ചെയ്യണ കണ്ടാൽ നമ്മളതെങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ റെസിഡൻസ് ആയിട്ടുള്ള സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാവാത്തുള്ള റെസിഡൻ്റ് ആണെങ്കിൽ നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളെങ്ങനെ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കുറച്ച് ഡിസീസ് കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ നമ്മൾ ഡിമെൻഷ്യനെ പറ്റി, അൽഷിമേഴ്സിനെ പറ്റി, ഡെലീറിയം അങ്ങനത്തെ കോഗ്നിറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ഡിഫറൻസ് തന്നെ, ഇപ്പോൾ ഡെലീറിയം ഡിമെൻഷ്യയുടെ ഡിഫറൻസ് തന്നെ, അൽഷിമേഴ്സ് തന്നെ, അതിൻ്റെ ടൈപ്സ് അങ്ങനത്തെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രൊഫഷണലി ബേസ്ഡ് വരുമ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ എത്തിക്സ് അല്ലെങ്കിൽ ഡിഗ്നിറ്റിയൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം നമ്മൾ റെസിഡൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഇൻ്റർവ്യൂവിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹാൻഡ് വാഷിങ്ങിൻ്റെ സ്റ്റെപ്സ്, നമ്മുടെ റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ, പിന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നഴ്സിംഗിലുള്ള നോർമലി പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതെല്ലാം ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അവർ ലാസ്റ്റ് മെയിനായിട്ട് ചോദിക്കുന്നത് കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് അല്ലാണ്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അയർലൻഡിൽ വരാൻ ഇഷ്ടം, എന്തുകൊണ്ടാണ് അയർലൻഡിൽ ഒരു നഴ്സിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അല്ലാണ്ട് ഹിക്വ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അയർലൻഡിൽ നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് ഹിക്വ എന്ന് പറയാം. ഹിക്വയുടെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ, നമ്മുടെ അയർലൻഡിൽ നോർമലി ഹെൽത്ത് കെയർ സിസ്റ്റംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളൊരു ബേസിക് നോളജ് എല്ലാം പഠിച്ചിട്ട് വേണം ഇൻ്റർവ്യൂ പോകാൻ. കാരണം അവരെന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നമ്മൾ കാണാപ്പാഠം പറയുന്നതിനെക്കാട്ടിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറയുമ്പോൾ അവർ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും. അതോടൊപ്പം തന്നെ അവർ കുറച്ചുകൂടി അക്സെപ്റ്റിംഗ് ആയിരിക്കും നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ കാണാപ്പാഠം പറയുന്നതിനെക്കാട്ടിലും മനസ്സിലാക്കി അറിഞ്ഞ് പറയണത്. കാരണം അവർക്ക് മനസ്സിലാവും നമ്മൾ ഓരോ കാര്യങ്ങളും കാണാപ്പാഠം പറയുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ള ഡിഫറൻസ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിന് ഇപ്പോൾ പുറത്തുനിന്ന് വരുവാണെങ്കിൽ ഇവരുടെ ഈ നഴ്സിംഗ് ഹോംസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനുള്ള ടോപ്പ് അതോറിറ്റീസൊക്കെ ആയിരിക്കും വരുന്നത് നമ്മുടെ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി. മോസ്റ്റ് ഓഫ് ദ ടൈം കൂടുതലും ഫോറിനേഴ്സ് ആയിരിക്കും.
കാരണം നമ്മുടെ ഈ ഫോറിനേഴ്സ് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അവർ നല്ല ഫ്രണ്ട്ലിയും നല്ല വെൽക്കമിങ് ആയിരിക്കും. പക്ഷെ നമ്മളായിരിക്കും നാളെ പേടിച്ച് ഇൻ്റർവ്യൂവിൻ്റെ ഒരു പേടി കാരണം നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് ഇൻ്റർവ്യൂവിന് മുമ്പ് ചെയ്യേണ്ടത് നമ്മുടെ പേടി മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇവരെ ഫേസ് ചെയ്യാൻ. കാരണം നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ നല്ല വെൽക്കമിങ് നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. പക്ഷെ നമ്മൾ ആ ടെൻഷൻ കാരണം നമുക്ക് തിരിച്ച് അതേ എനർജിയിൽ പറയാനുള്ളൊരു ഇത് കിട്ടത്തില്ല. അപ്പം മാക്സിമം നമ്മുടെ പേടി മാറ്റി വെച്ചിട്ട് അവർ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് അതുപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഓപ്പണിംഗ് ആയിട്ട് വേണം നമ്മളും തിരിച്ച് റിപ്ലൈ പറയാൻ. കൂടുതലും കാണാപ്പാടം പറയുന്നതിനേക്കാളും കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ അടുത്ത് ഉത്തരം പറയാൻ നോക്കാമെന്ന് പറയുക. എൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു. എൻ്റെ അടുത്തും അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ച്. കയറി ചെന്നപ്പോൾ തന്നെ അവർ സീറ്റിൽ നിന്നൊക്കെ എണീറ്റ് വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വന്നിരിക്കുക നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് പെരുമാറിയത്. അപ്പം നമ്മളും അവരുടെ അടുത്ത് അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാൻ നോക്കുക. അവർ ചോദിക്കുന്ന ഉത്തരം കേട്ട് ഇപ്പം മനസ്സിലായില്ലെങ്കിൽ പോലും അവരോട് ചോദിക്കുക, കുഡ് യു റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻസ് അഗെയിൻ. അവർ ചോദിക്കേണ്ട ഒരു നാണക്കേടും ഇല്ല. മനസ്സിലാത്ത ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് ചോദിക്കുക, ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കറക്റ്റ് പോയിൻ്റായിട്ട് ആൻസേഴ്സ് പറയാൻ. അപ്പോൾ നഴ്സിംഗ് ഹോംസിലേക്ക് വരുന്ന ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ നഴ്സുമാർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഞാൻ കാണുവാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു.